കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇവിടെ വെച്ചായിരുന്നു എപ്പിസോഡ് അവസാനിച്ചിരുന്നത്. ഹീറോ ബ്രയൻ ദ്വീപിൽ നടക്കുന്ന ഒരു സീനായിരുന്നു ഇവിടെ വെച്ചെന്നാണ് അപ്പോൾ ഈ എപ്പിസോഡും ഞാൻ അവതരിക്കാൻ പോകുന്നത്. ഹീറോ ബ്രയൻ കണ്ണാടയിൽ തൻ്റെ അതേ രൂപം കാണുന്നു. കണ്ണാടല്ല, അതേ മരത്തൊരു പെട്ടി. അപ്പം എത്തറില്ല, ഒരു ലോഞ്ച് ഡേഞ്ചർ പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജൊക്കെ വരുന്നുണ്ട്. ഒരു സംശയം അപ്പോൾ തന്നെ അവനുകയും ഗെയിം ലോഞ്ച് ആവുകയും ചെയ്തു. ഈ പ്രാവശ്യം ഞെട്ടി ഈവിൽ ഹീറോ ബ്രയൻ വന്ന് നമ്മളെ ഹീറോ ബ്രയനെ കുത്തലോട് നമ്മളെ ഹീറോ ബ്രയൻ തെറിച്ചു വന്നു. എന്നിട്ട് ഈവിൽ ഹീറോ ബ്രയൻ വാളെടുത്താണ്ട് നമ്മളെ ഹീറോ ബ്രയനെ അതിന് നേരെ വെക്കുന്നു. രണ്ടാളും തടക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഹീറോ ബ്രയൻ നല്ല പവർ എടുത്താണ് നമ്മൾ നായകൻ ഹീറോ ബ്രയനെ ആക്രമിക്കാൻ നോക്കുന്നു. പക്ഷെ രണ്ടാളും പൊരുമ യുദ്ധമാണ് ഇവിടെ വെച്ച്. പക്ഷെ എന്തറിയില്ല, എന്നാലും അവർ രണ്ടാളും തോറ്റെടുക്കാതെ അവിടെ കളിക്കുന്നു. എന്നിട്ട് ഈവിൽ ഹീറോ ബ്രയൻ നമ്മളെ ഹീറോ ബ്രയനെ ചവിട്ടി താഴേക്കിടുന്നു. വാളാണെങ്കിൽ പോയി. അപ്പം ഹീറോ ബ്രയൻ മരിക്കുമോ അതെന്നെ നമുക്കും അറിയില്ല. അപ്പം ഹീറോ ബ്രയനൊരു പേപ്പർ താഴ്ന്ന് കുറേ മീനാളിങ്ങനെ വരുന്നുണ്ട്. അതുകൊണ്ട് ഈവിൽ ഹീറോ ബ്രയൻ കണ്ട് ചിരിക്കണ്. അപ്പോൾ ലോഞ്ച് ഡേഞ്ചർ പറഞ്ഞാണ്ട് നെറ്റിൻ്റെ കണക്ഷനൊക്കെ അവിടെ വെച്ച് കുറയുന്നു. എന്തറിയില്ല, ഈവിൽ ഹീറോ ബ്രയൻ നായകനായ അവനെന്നെ വെട്ടുകൊല്ലുന്നു. പ്രസൻറ്റ് ടൈമിലുള്ള നായകൻ ഹീറോ ബ്രയൻ മരിച്ചിരിക്കുന്നു. പക്ഷെ അവർക്ക് ഈ കളി തുടങ്ങണമല്ലോ, എന്നാലല്ലോ നടക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഇവിടെ സാൻഡി ആയിരിക്കുമ്പോഴാണ് നമ്മൾ ഹീറോ ബ്രയൻ ഒന്നുകൂടി ഇവിടുന്ന് കണ്ണ് തുറക്കുന്നു. അപ്പോൾ നമ്മൾ ഹീറോ ബ്രയൻ ഇവിടുന്ന് ഒരു കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിലാണ് സംഭവം മറ്റേ ആപ്പിളൊക്കെ ഉണ്ടാവണേ. അപ്പോൾ ഹീറോ ബ്രയൻ ആകെ കണ്ട് അന്തം വിട്ട് എത്തുക. അപ്പോൾ വാളുണ്ട്, ആ വാൾ അവൻ പെട്ടെന്ന് അവിടെ പോയാണ്ട് എടുക്കുന്നു നമ്മളെ ഹീറോ ബ്രയൻ. എന്നിട്ട് അവന് അവിടെ ക്രോപ്സ് അവിടെ ക്രോംസ് നമ്മൾ കമ്പ്യൂട്ടറിലുണ്ടാവുമല്ലോ, ക്രാഫ്റ്റിൻ്റെ ഒരിത്, അതെവിടെയാണ് ആ ഒരു സീനും കച്ച് ഇവിടെ ഈ എപ്പിസോഡ് അവസാനിക്കും. മൂന്നാമത്തെ എപ്പിസോഡ് കളിച്ചാണ് അവിടെ നമ്മളെ ഹീറോ ബ്രയൻ ക്രോംസ് അവിടെ കണ്ടെത്തി, ആപ്ലിക്കേഷൻ കണ്ടെത്തിയ ക്രാഫ്റ്ററിനെ. എന്നിട്ട് അവിടെ ആ വാൾ വെച്ചാണ്ട് അവിടെ തൊടുമ്പോൾ ഒരു ഷീൽഡ് മാറ്റത്തെ കാര്യങ്ങളൊക്കെ വരുന്നു. ആ കണക്ഷനുള്ള നമ്മളെ ഗെയിമിൻ്റെ ഒരു പല ഗെയിം ഉണ്ടാവില്ല, ആപ്ലിക്കേഷനിലാണ്. അപ്പം നമുക്ക് ഹീറോ ബ്രയൻക്ക് എന്തോ ബുദ്ധി തോന്നിയാണ്ട് അതിലുള്ള ഒരു വയർ അവൻ മുറിക്കുന്നു. അപ്പോൾ അവിടെയുള്ള ആ ക്രോപ്സ് തന്നെ ആപ്പ് കൊണ്ടുള്ള കളക്ഷനുള്ള എഴുതി പോകുന്നു. എന്നിട്ട് അവൻ പെട്ടെന്ന് പോയാണ്ട് ആ വയറൊക്കെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവിടെ മറ്റേമുണ്ട് ആ ഗെയിംസ് പല ഞാൻ പറഞ്ഞ സെറ്റപ്പ്, അതിൻ്റെ പേരെനിക്ക് ശരിക്കും ഓർമ്മയുണ്ട്. എന്നാലും അവിടെ പോയി അവൻ തൊട്ടുന്നു. അപ്പോൾ അതിന് ഒരു പവർ കാര്യങ്ങളൊക്കെ വർക്കാവുന്നുണ്ട്. അപ്പോൾ അവിടെ എന്തോ സംഭവിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനുള്ള കളക്ഷൻ്റെ വയറെടുത്താണ്ട് അവൻ വീണ്ടും മറ്റേ ക്രോസിനൊക്കെ അവൻ അങ്ങനെ ഫോഴ്സിൽ ശക്തിയിൽ അവൻ കൊടുക്കുകയാണ്. അങ്ങനെ എല്ലാ ആപ്പുകളും ഈ ആപ്പിലുള്ള വ്യത്യാസത്തിൽ എല്ലാം വർക്കാവുന്നു. അങ്ങനെ നമ്മൾ അലോക്ക് പിന്നീട് സാൻഡി ആയാണ്ട് നടക്കുമ്പോൾ അവൻ കമ്പ്യൂട്ടറിൽ നോക്കുന്നു. അപ്പോൾ അവനക്കൊരു സന്തോഷമുള്ള മാർഗത്തൊക്കെ വരുന്നു. അപ്പോൾ അവൻ പെട്ടെന്ന് പോയാണ്ട് ആ വായിച്ച് വെക്കുന്നു ഡു യു ലൈക്ക് പറഞ്ഞാണ്ട് ഒരു മെസ്സേജ് വരുന്നു. എന്നിട്ട് അവൻ അത് കൺഫേം ചെയ്യുമ്പോൾ നമ്മുടെ ഹീറോ ബ്രയനും അവൻ്റെ ആ വളർത്ത് ഡോഗിലിനോ അവർ വരുന്നു. അപ്പോൾ അവനക്ക് നമ്മളെ അലോക്കൊക്കെ സന്തോഷമാകുന്നു. നമ്മളെ ഹീറോ ബ്രയൻ നമ്മളെ അലോക്കിനെ നോക്കുന്നു. പിന്നെ കാണിക്കുകയാണെങ്കിൽ നമ്മുടെ ഹീറോ ബ്രയൻ നമ്മൾ നേരത്തെ ഈവിൽ ഹീറോ ബ്രയനെ കണ്ടല്ലോ, അങ്ങോട്ട് വീണ്ടും പോകാൻ ഒരുങ്ങിക്കുകയാണ്. അതിൻ്റെ മുന്നേ നമ്മൾ ഈവിൽ ഷാഡോ അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു, ബ്ലാക്ക് ഷാഡോ ഒക്കെ പറയാം. എന്നിട്ട് അവൻ അവിടെ വന്നുകൊണ്ട് ആ ഒരു ഗ്ലാസ്സുമ്പോൾ നോക്കണം, ആ ഗ്ലാസിൻ്റെ ഒരു കല്ലുമ്മൽ അവിടെ നമ്മൾ ഹീറോ ബ്രയൻ്റെ അവൻ്റെ തലവനും ഉണ്ടായിരുന്നു അവിടെ. എന്നിട്ട് നമ്മളെ പറയുകയാണെങ്കിൽ അവിടെ നമ്മൾ മെയിൻ സിറ്റി അവിടെ സോംബികളൊക്കെ വന്നാണ്. പിന്നെ നമ്മൾ അലോക്ക് അങ്ങോട്ട് ഒരു ക്യാരറ്റ് ആയാണ്ട് വരുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങോട്ട് അവിടെയുള്ള പോസ്റ്റും കെട്ടിടങ്ങളൊക്കെ തകരുന്ന ആ സീൻ കാണിച്ചാണ്ട് ഇവിടെ
ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. പിന്നെ 4ാമത്തെ എപ്പിസോഡ് പിന്നെ കാണിക്കുകയാണ്. അവിടെ ആ സെറ്റിൽ ആകെ ആക്രമണങ്ങളൊക്കെയാണ്. നമ്മൾ സോംബി അങ്ങനെ നരകത്തുള്ള ആൾക്കാരൊക്കെ പലരും വന്നാണ്ട് നമ്മളെ സെറ്റ് ചെയ്യും. പക്ഷേ നമ്മളെ അലോക്കിൻ്റെ ഫ്രണ്ട്സ് അവരെങ്ങനെയും സോംബികളൊക്കെ തകർക്കാൻ നശിപ്പിക്കാൻ നോക്കുന്നു. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് എന്നാലും ഒരു സോംബിനെ നമ്മളെ അലോക്കിൻ്റെ ഫ്രണ്ട്സുകളൊക്കെ ഒന്നാണ്ട് കൊന്നിട്ടാണ്ട് മറ്റൊരു ഫ്രണ്ട്സിനെ പിന്നെ നീപ്പിച്ചുന്നു. പിന്നെ കാണിച്ചത് നമ്മൾ ബ്ലാക്ക് ഷാഡോനാണ്. അവൻ വാളൊക്കെ പിടിച്ചാണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പം തന്നെ നമ്മൾ ഹീറോ ബ്രയാനും അങ്ങോട്ട് എത്തുന്നുണ്ട്. അപ്പോൾ അവൾ പോർട്ടലും ഇതുവരെ ഇല്ലാത്ത പോർട്ടലൊക്കെ കണ്ട് അന്തവട്ടം കുത്തുകയാണ്. അപ്പോൾ അവൻ അങ്ങോട്ട് ഇങ്ങനെ പോയോണ്ട് നിൽക്കുമ്പോൾ അവിടെ സോംബികളൊക്കെ തീ പിടുത്തൊക്കെ അവൻ കാണുക. അപ്പം അവൻ ബാക്കോട്ട് നോക്കുമ്പോൾ നമ്മളെ ബ്ലാക്ക് ഷാഡോ, ഈവിൽ ഷാഡോ ഒക്കെ പറയാം. അവൻ വന്നാണ്ട് നമ്മളെ ഹീറോ ബ്രയനെ കൊല്ലാൻ നിൽക്കുക. അപ്പം അങ്ങോട്ടൊരു വാൾ വന്നാണ്ട് നമ്മളെ വൈറ്റ് ഈവിൽ പറഞ്ഞാണ്ടാണ് അവൻ്റെ പേര്. പിന്നെ ഇവൻ പറയുകയാണെങ്കിൽ സ്റ്റോൺ ആണ് പിന്നെ വന്നിരിക്കുന്നത്. പിന്നെ പറയുകയാണ് ഇത്ര പേരുള്ളൂ തോന്നുന്നു. എന്നാലും എല്ലാവരും പിടിച്ചാണ്ട് നമ്മളെ ഹീറോ ബ്രാൻ്റെ അടുത്തൊക്കെ ഒരു ബ്ലാക്ക് ആയിട്ടുള്ള ഒരു ബോംബിന് മരത്ത് മേത്തിക്കിടുന്നുണ്ട്. പിന്നെ നമ്മളെ ഹീറോ ബ്രാനെ കൊണ്ടുപോവുകയാണ് ഗൈസ്. പിന്നീട് കാണിക്കുകയാണെങ്കിൽ പിന്നെ ഓലി അതേ സിറ്റിക്കന്നെ അവർ വീണ്ടും വരുന്ന ആ കാട്ടിക്ക്. പക്ഷെ അവരിങ്ങനെ വരുന്ന ആ സീനൊന്നും ഇതിൽ കാണിച്ചിട്ടില്ല. അപ്പം നമ്മൾ ഹീറോ ബ്രാൻ അവിടെ നോക്കി നോക്കുമ്പോൾ അവൻ്റെ പട്ടിക്കുട്ടിയുണ്ട്. അവരിങ്ങനെ സംസാരിച്ച് ഇങ്ങനെ കളിച്ചുമ്പോൾ അവൻ പെട്ടി തുറന്നാണ്ട് അവിടെ ഒരു ഗാർബേജ് എടുത്താണ്ട് അവിടെ ഇങ്ങനെ നല്ല കാഴ്ചകളൊക്കെ കണ്ടു കുത്തിക്കുകയാണ്. പിന്നെ നമ്മൾ ഒറിജിനൽ സിറ്റി കാണിക്കുമ്പോൾ പറയുകയാണെങ്കിൽ പ്രസൻറ്റ് ടൈം കാണിക്കുകയാണ് ഗൈസ്. നമ്മളെ അവിടെ പിക്ചേഴ്സ് മൈൻക്രാഫ്റ്റിൻ്റെ അതൊക്കെയാണ്. അങ്ങോട്ട് നമ്മൾ അലോക്ക് പിസ്സൊക്കെ തിന്നാണ്ട് പിന്നെ വരുന്നുണ്ട്. എന്നിട്ട് അവൻ നമ്മളെ മൈൻക്രാഫ്റ്റ് ഉണ്ടല്ലോ, മൈൻക്രാഫ്റ്റിക്ക് അവൻ പെട്ടെന്ന് പോയൊക്കെയാണ്. അപ്പം നമ്മളെ ഹീറോ ബ്രാൻ അവിടെ കാഴ്ചകൾ കണ്ടപ്പം നമ്മളെ അലോക്കറാണ് അവനക്ക് ഫുഡ് കൊടുക്കുന്നു, പിസ്സ. അപ്പം ആ പിസ്സ അലോക്ക് തുറന്നു കൊടുത്താണ്ട് ഒന്ന് കൊടുക്കും നമ്മളെ ഹീറോ ബ്രാൻക്ക്. അത് കണ്ടാണ്ട് നമ്മളെ ഹീറോ ബ്രാൻ സന്തോഷമാകുന്നു. പിന്നെ അവിടെ അവൻ ബ്ലോക്കൊക്കെ പോയി വെക്കുകയാണ്. അപ്പം അവിടെ എന്തൊക്കെ നടക്കണ്ടവൻ ഒരു മെസ്സേജ് ഇട്ട് കൊടുക്കുന്നു നമ്മളെ ഹീറോ ബ്രാൻക്ക് ഇട്ടുകൊടുക്കണം. അപ്പം അവിടെ പിന്നീട് കാണിച്ചാണ് പാസ്റ്റ് ടൈമിൽ പിന്നീട് കാണിച്ചാണെങ്കിൽ അങ്ങോട്ട് നമ്മൾ അലോക്ക് എത്താണ് ബ്ലോക്കൊക്കെ. അപ്പം നമ്മൾ ബ്ലോക്കൊക്കെ എത്തുമ്പോൾ അവിടെ ഒരാൾ റോക്കറ്റൊക്കെ പരത്താണ്ട് ഇതുണ്ട്. അപ്പം അവിടെ കുറേ ആൾക്കാർ കളിച്ച സന്തോഷത്തോടൊക്കെയാണ്. അപ്പം അവിടെ പന്തിക്കേടുണ്ട്. അത് നമ്മൾ അലോക്കൊക്കെ തോന്നിയാണ്. അപ്പോൾ അലോക്കല്ലേ നിരീക്ഷണം നോക്കുമ്പോഴാണ് അങ്ങോട്ടൊരു ഫ്ലാറ്റ് എന്നൊരു സാധനം ഇടുന്നത്. എന്നിട്ട് അവരുടെ ഫ്രണ്ട്സ് വരുന്നു, അവർ മീറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. 5ാമത്തെ എപ്പിസോഡ് കാണിക്കുകയാണ്. നമ്മളെ ഹീറോ ബ്രയൻ അങ്ങോട്ട് വീണ്ടും പോവുകയാണെന്ന് ആ സീനിൽ. എന്നിട്ട് അവിടെ ഒളിച്ച് നമ്മൾ അവിടെ കുത്തുകയാണ്. അപ്പോൾ ഹീറോ ബ്രാൻ്റെ പിള്ളേരൊക്കെ അവിടെ നിന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഇത്രയില്ല, ഹീറോ ബ്രാനും അവൻ്റെ പിള്ളേരൊക്കെ വന്നാണ്ടും ഇവിടെ തരല പൊട്ടിച്ച കല്ലിങ്ങ വട്ടത്തിൽ കറങ്ങുന്നു. ഹീറോ ബ്രാൻ്റെ അടുത്ത് ഹീറോ ബ്രാൻ രക്ഷപ്പെടാനാണ് നടക്കുന്നത്. പിന്നെ ബ്ലോക്കൊക്കെ നമ്മൾ ഹീറോ ബ്രാന് പോവുകയാണ് പാസ്റ്റ് ടൈമിലേക്ക്. അപ്പം അവിടെ എത്താൻ നമ്മളെ ഹീറോ ബ്രാന് പോകാൻ നിൽക്കുന്ന നേരത്താണ് അതിൻ്റെ മുന്നേ കാട്ടി നമ്മൾ ഹീറോ ബ്രാനും പിള്ളേരൊക്കെ അവിടെ എത്തിയിട്ടുണ്ടായി. എന്നിട്ട് ആ സിറ്റിനെ നശിപ്പിക്കാനാണ് നമ്മൾ ഹീറോ ബ്രാൻ്റെ പ്ലാൻ എന്ന് തോന്നുന്നത്. എത്താറില്ല എന്നിട്ട് അവരങ്ങോട്ട് പോകുന്നു. സോംബികളും മണ്ണിൻ്റെ അടിയിൽ നിന്നൊക്കെ വരുന്നു. ഉള്ള ആൾക്കാരൊക്കെ നമ്മളെ വൈറ്റ് ഷാഡോയിൽ നിന്ന് കൊല്ലുകയാണ്. പിന്നെ നമ്മളെ എത്തറില്ല ഹീറോ പ്രായം എന്തോ കാര്യം
ഉദ്ദേശിച്ചാണ്. അപ്പം നമ്മൾ അലോക്ക് ബ്ലോക്കിൽ അപ്പം അവന് വാളൊക്കെ എടുത്താണ്ട് അവിടെ സോംബികളൊപ്പം പോരാടാണ്. എന്നിട്ട് നമ്മൾ ഹീറോ ബ്രയൻ അവിടെ ഒരു കസാര ഉണ്ടാവും, നമ്മൾ രാജാവൊക്കെ ഇരിക്കണം, അതിലിരിക്കുന്നു. ഒരു സീന് നമ്മൾക്ക് ഇതിലറിയാം നമ്മൾ ഹീറോ ബ്രയൻ എത്ര ഡേഞ്ചറാണ്. അപ്പോൾ അവന് കൂട്ടുകാരൊക്കെ ഗൈസ് പിന്നെ കയ്യാണ് അവരൊക്കെ സോംബികളൊക്കെ അങ്ങനെ കൊന്നിടുകയാണ്. അപ്പോൾ അവർക്ക് ബ്ലോക്ക് ക്രാഫ്റ്റിന്ന് അവർ പെട്ടെന്ന് പോവുകയാണ്. അപ്പം നമ്മളെ അലോക്ക് പെട്ടെന്ന് ഓടുന്ന് പോകുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് നമ്മളെ ഹീറോ ബ്രയൻ്റെ അടുത്തേക്ക് പോയാണ്ട് ഉണർത്തുന്നുണ്ട്. ഹീറോ ബ്രയൻ എത്ര ഉണർത്തിട്ടാണ് ഹീറോ ബ്രയൻ ഉണരുന്നില്ല. അത് എല്ലായിടത്താണ്ട് ഹീറോ ബ്രയനെ തല്ലി. എന്നിട്ടാണ് ഉണരുന്നില്ലേ. എന്നിട്ട് ആ പട്ടിക്കുട്ടി അവിടെ എല്ലാം എന്നിട്ട് നമ്മൾ അലോക്ക് അവിടെയുള്ള ഹീറോ ബ്രയൻ്റെ ഡോഗും ഒടുക്കത്തെ ഫൈറ്റാണ്. രണ്ടാളും വിട്ടുകൊടുക്കുന്ന ലക്ഷണമില്ല. ഇതാ നമ്മുടെ എല്ലോ വെച്ചാണ്ട് നമ്മൾ മൗസേനെ നീക്കി കളിയാണ്. അപ്പം നമ്മളെ പൊട്ടൻ ഇതിൽ ഏറ്റവും വലിയ പൊട്ടനുണ്ട്. ഇവൻ്റെ പേര് ഞാൻ ശരിക്കും നോക്കിയിട്ടില്ല. നമുക്ക് അടുത്ത എപ്പിസോഡ് നോക്കാം. അവൻ മീൻ ക്രാഫ്റ്റ് ആക്കിയാണ്ട് അവൻ പെട്ടെന്ന് പോയാണ്ട് മീനെ ആകാശത്ത് ഇതാക്കുന്നു. അപ്പോൾ ആ ഇരുട്ടത്തിൽ നമ്മൾ ഹീറോ ബ്രയനോ ഒന്നിന് പക്ഷെ ആകുമ്പോൾ നമ്മൾ പൊട്ടൻ അറിയണ്ടേ. അവൻ മീനെടുത്താണ്ട് കൺട്രോൾ ചെയ്യുക. എന്നിട്ട് അവൻ വീശം നിൽക്കുകയാണ് നമ്മളെ ഹീറോ ബ്രയൻ്റെ മോന്തൻ്റെ നേരെ. അത് വരാവുന്നതും നമ്മൾ അലോക്ക് പെട്ടെന്ന് ഒന്നാണ്ട് അത് തടയുന്നു. ഭാഗ്യത്തിന് ജസ്റ്റ് മിസ്സാണ്, തട്ടിയില്ല അറിഞ്ഞുണ്ട്. എന്നിട്ട് നമ്മൾ അലോക്ക് പെട്ടെന്ന് ഒരു മെസ്സേജ് അറിയിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഹീറോ ബ്രയൻ ആ മെസ്സേജിൽ ഫോട്ടോസായിരുന്നു നമ്മളെ മെയിൻ സിറ്റിയിൽ ആക്രമിക്കുന്ന സോംബികൾ ആക്രമണങ്ങളൊക്കെ. അതിൽ ബ്ലാക്ക് ഷാഡോനെ കണ്ട് ദേഷ്യം പിടിച്ചിരുന്നു. അപ്പം നമുക്ക് ഈ ഒരു സീനോട് മനസ്സിലാക്കും നമ്മുടെ ഹീറോ ബ്രയൻ ഈവിൾ ഹീറോ ബ്രയനോട് തന്നെ യുദ്ധത്തിന് തയ്യാറാവും. ഏട്ടനും അന്ത്രോണിയുള്ള ആ ഒരു സീനും കാണിച്ചാണ്ട് ഗൈസ് ഇവിടെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കും.